വയനാട്ടിലെ പതാക വിവാദത്തെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങും. റിയാസ് മൗലവി വധക്കേസിലെ തിരിച്ചടിയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പ്രചാരണായുധമാക്കാനാണ് തീരുമാനം. ബിജെപിയുടെ പ്രചാരണക്കെണിയിൽ വീഴണ്ട എന്ന രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്നാണ് വയനാട്ടിൽ പതാക ഒഴിവാക്കിയതെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പതാക വിവാദത്തെ UDF-നെതിരായ മുഖ്യ പ്രചാരണ വിഷയമാക്കുകയാണ് CPIM. CH മുഹമ്മദ് കോയയുടെ തൊപ്പി ഉരിച്ചതുപോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൊടി ഉയർത്താൻ അനുവദിക്കാത്തതെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ വിമർശിച്ചു. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിന്റെ തൊപ്പി ഉരിച്ചിട്ടുണ്ട്. CHന്റെ അടക്കം തൊപ്പി ഊരിയ കഥകളുണ്ട്. അപ്പോൾ അന്ന് തൊപ്പിയാണെങ്കിൽ ഇന്ന് കൊടിയാണ്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പച്ചപ്പതാക ഇല്ലാത്തതിനാലാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് തലചുറ്റലുണ്ടായതെന്ന് KT ജലീൽ പരിഹസിച്ചു. പച്ചക്കൊടി കാണാത്തതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസ്വസ്ഥ്യം ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. വയനാട്ടിലെ പതാക വിവാദത്തിന് കാരണമായ രാഷ്ട്രീയ തീരുമാനത്തെ കെ മുരളീധരൻ വിശദീകരിച്ചു. ഇത്തവണ UDF എടുത്തിട്ടുള്ള മൊത്തമായിട്ട് തീരുമാനം മതത്തിൻ്റെ പേരിൽ വർഗീയത ഉത്തരേന്ത്യയിൽ പരത്താൻ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരാണ് BJP-ക്കാർ, RSS. അതുകൊണ്ട് തന്നെ ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. കേരളത്തിന് പുറത്ത് CPIM-ന് പ്രസക്തിയില്ലെന്ന വാദമുയർത്തിക്കാട്ടി PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് LDF-നെതിരെ ലീഗ് പോർമുഖം തുറന്നിരിക്കുന്നത്. റിയാസ് മൗലവി വധക്കേസിലെ തിരിച്ചടിയും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ പ്രചാരണമായുധമാക്കുകയാണ് ലീഗ്. പ്രോസിക്യൂഷനും പ്രതികളും ഒത്തുകളിച്ചെന്ന ആരോപണമാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ ഹരിത പതാക മാറ്റിവെച്ചു എന്ന പ്രചാരണമാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം CPIM-ന്റേത് വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചാരണമാണെന്ന മറുവാദം മുസ്ലിം ലീഗും ഉന്നയിക്കുന്നു. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതാക വിവാദം ഇതിനകം ഏറെ ചർച്ചയായി കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബൂരിനും വിജിത് തൂർക്കടവിനുമൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ. ഇൻ റിപ്പോർട്ടർ മലപ്പുറം.